കണ്ണൂരിൽ നിന്നൊരു ദാരുണ വാർത്ത വരുന്നു. കണ്ണൂരിൽ ഒരമ്മയെ മകൻ കഴുത്തറത്ത് കൊന്നു. കേളകത്ത് മൊണാലിസ ബ്യൂട്ടി പാർലർ നടത്തുന്ന 50 വയസ്സുള്ള ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. മകൻ ക്രിസ്റ്റി ലഹരിക്കടിമയാണ് എന്നാണ് കരുതുന്നത്. കൊലപാതക ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി. മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ മരിച്ച ഗീതമ്മ. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഒരു ദാരുണ സംഭവമാണ്. നമ്മൾ വെഞ്ഞാറമൂട്ടിലെ അരും കൊലയുടെ വാർത്ത ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഇവിടെ ഇതാ ലഹരി തന്നെയാണ് വില്ലനായി മാറിയിരിക്കുന്നത്. ഈ ക്രിസ്റ്റി ലഹരിക്കടിമയാണ് എന്നുള്ളതാണോ പ്രാഥമിക നിഗമനം? സ്വന്തം അമ്മയെ, അതും 50 വയസ്സുള്ള ചെറുപ്പക്കാരിയായ ഒരമ്മ, മകൻ എനിക്ക് തോന്നുന്നത് 20-21 വയസ്സ് മാത്രമേ ഒരുപക്ഷെ കാണൂ. എങ്ങനെയാണ് അത് കൊല്ലാൻ മനസ്സ് വരിക? ഒരു വാക്ക് തർക്കത്തെ തുടർന്നാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അയാൾ കീഴടങ്ങി എന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത് ഇവർക്കിടയിൽ, ശരത്? അരുൺകുമാർ, അതായത് മകൻ ക്രിസ്റ്റിക്ക് 25 വയസ്സാണ്. ലഹരിക്കടിമയാണ് ക്രിസ്റ്റി എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കിയത്. നേരത്തെ ബാംഗ്ലൂരുവിലായിരുന്നു BCA പഠനം നടത്തിയത്. അവിടെ നിന്ന് പിന്നീട് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. ഇതിനുശേഷം വീട്ടിൽ നിരന്തരം തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ തർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കിടപ്പുമുറിയിൽ വെച്ച് സ്വന്തം അമ്മയെ മകൻ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്തി. അതായത് കത്തിക്കൊണ്ട് പലതവണ കുത്തി മുറിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അരും കൊലയാണ് ഉണ്ടായത്. പിന്നീട് ക്രിസ്റ്റി തന്നെയാണ് പോലീസിൽ ഇക്കാര്യം അറിയിച്ചത്. ആദ്യം അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കുറെ നേരം വീട്ടിൽ തങ്ങി ക്രിസ്റ്റി. പിന്നീട് അയൽവാസിയായ ഒരു യുവാവിനെ വിളിച്ച ശേഷം കേളകം പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിന്റെ ഇരുചക്ര വാഹനത്തിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് കൊലപാതക വിവരം പോലീസിനോട് പറയുകയും ചെയ്യുന്നത്. ഒപ്പം പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഗീതമ്മയെ മരിച്ച നിലയിൽ കാണുന്നത്. പിന്നീട് പോലീസാണ് ഗീതമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. ക്രിസ്റ്റിയും ഗീതമ്മയും മാത്രമായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഗീതമ്മയുടെ ഭർത്താവ് ആ സമയത്ത് പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകം മറ്റാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസും കരുതുന്നത്. എന്തായാലും ക്രിസ്റ്റി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നിപ്പോൾ ഗീതമ്മയുടെ പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുകയും ചെയ്യും. ഒരു മകൻ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ശരത്ത്? 25 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയെ പലതവണ കത്തികൊണ്ട് കുത്തണമെങ്കിൽ പൈസയുടെ കാര്യം മറ്റോ ആയിരിക്കും അല്ലേ ഇവർ തമ്മിലുള്ള തർക്ക വിഷയം? ഇടയ്ക്കിടെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത്. അതായത് മകൻ നേരത്തെ BCA പഠനം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നതിനെ ചൊല്ലി പഠനമൊക്കെ ഉപേക്ഷിച്ചതിന് പേരിലുള്ള തർക്കമുണ്ട്. മാത്രമല്ല മകൻ ലഹരിക്ക് അടിമയാണ്. പലപ്പോഴും ലഹരി ഉപയോഗിച്ച ശേഷം വീട്ടിലേക്ക് വരാറുള്ളതും തർക്കത്തിന് കാരണമാണ്. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പേരിലുള്ള വ്യക്തിവൈരാഗ്യം അമ്മയോട് മകനുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ക്രിസ്റ്റിയുടെ പിതാവ് തങ്കച്ചനൊപ്പം അമ്മ ഗീതമ്മ, ഇവർ 3 പേരാണ് ഈ വീട്ടിലുള്ളത്. ഈ സമയത്ത്, ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ക്രിസ്റ്റിയും അമ്മയും മാത്രമായിരുന്നു. അപ്പോഴാണ് കൊലപാതകം നടന്നിട്ടുള്ളത്. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വാർത്തയായി തീർന്നു. 25 വയസ്സുള്ള മകൻ ക്രിസ്റ്റി, അവൻ ലഹരിക്കടിമയാണ്. ബാംഗ്ലൂരിലോ മറ്റോ BCAക്ക് പഠിക്കാൻ പോയതാണ്. തിരിച്ചു വന്നത് ലഹരിക്കടിമയായിട്ടാണ്. അമ്മയും മകനും തമ്മിൽ പലതവണയായിട്ട് ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ അമ്മ ദേഷ്യപ്പെട്ട് പറയുമായിരിക്കും, ഇതിനെ BCA പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായിടാ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അതിനും അപ്പുറത്തേക്ക് ഒരുപക്ഷെ ഇയാൾ പൈസ ചോദിച്ചിട്ടുണ്ടാവും. നമുക്ക് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ 25 വയസ്സുള്ള ഒരു മകൻ 50 വയസ്സുള്ള ഒരു അമ്മയെ പലതവണ കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ബുദ്ധിയിലോ ബോധത്തിലോ ആവില്ല എന്നത് ഉറപ്പാണ്. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ബന്ധങ്ങൾ പോലും അറ്റുപോകുന്നത് എങ്ങനെയാണെന്നത് കാണിക്കുന്നു. എത്ര നിർവികാരമായിട്ടാണ് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഞാനൊരു അമ്മയെ കൊന്നു എന്ന് പറയുക. ആലോചിച്ച് നോക്കൂ.